പൂർണ്ണമായും 18+ കാറ്റഗറിയിൽപ്പെട്ട ചില ചിത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത്യാവശ്യം ന്യൂഡിറ്റിയും വയലൻസും റൊമാൻസും എല്ലാം മറയില്ലാതെ കാണിക്കുന്ന ചിത്രമായതിനാൽ ഒറ്റയ്ക്കിരുന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അർജന്റീനിയൻ സംവിധായകനായ എലീസിയോ സുബിലയുടെ 2008 പുറത്തിറങ്ങിയ സ്പാനിഷ് ചിത്രമാണ് ഡോൺ ലുക്ക് ഡൗൺ. 19-കാരനായ എലോയ് ആണ് ചിത്രത്തിലെ ഹീറോ. തൻ്റെ പിതാവിൻ്റെ മരണശേഷം എലോയ് എൽവിറ എന്ന യുവതിയെ കണ്ടുമുട്ടുന്നു. എൽവിറ എലോയെ പ്രപ്പോസ് ചെയ്യുകയും തുടർന്ന് ലൈംഗിക പരിശീലനം നൽകുകയും കാണിച്ചാണ് ചിത്രം തുടരുന്നത്. 18+ സീനുകൾ കൊണ്ട് സമ്പന്നമാണ് ഡോൺ ലുക്ക് ഡൗൺ. 2009 പുറത്തിറങ്ങിയ ഒരു ഇംഗ്ലീഷ് ഹൊറർ ചിത്രമാണ് ആൻറ്റി ക്രിസ്റ്റ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു സ്വകാര്യ നിമിഷത്തിൽ നിന്നുമാണ് ചിത്രം തുടങ്ങുന്നത്. ഈ സമയം അവരുടെ കുഞ്ഞ് അവരുടെ അപ്പാർട്ട്മെന്റിന് മുകളിൽ നിന്നും താഴെ വീണ് മരിക്കുന്നു. അതിനുശേഷം കടുത്ത ഡിപ്രഷനിലായ ഭാര്യയെ ചികിത്സിക്കുന്നതിനായി ഭർത്താവ് കാടിനുള്ളിലൊരു വീട്ടിലേക്ക് ഭാര്യയെ കൊണ്ടുപോകുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ കണ്ടു തന്നെ അറിയുക. ന്യൂഡിറ്റിയും വയലൻസും അത്യാവശ്യമുള്ള ചിത്രമായതുകൊണ്ട് തന്നെ ലോല ഹൃദയമുള്ളവർ കാണാതിരിക്കാൻ നോക്കുക. ഇനി പറയാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ ഒരു ഡാനിഷ് ചിത്രത്തെക്കുറിച്ചാണ്. ചിത്രത്തിൻ്റെ പേര് ക്യൂൻ ഓഫ് ഹാർട്ട്. 40 വയസ്സ് കഴിഞ്ഞ ഒരു അഭിഭാഷകയാണ് ചിത്രത്തിലെ നായിക അന്ന. അന്നയുടെ ഭർത്താവ് പീറ്റർ. 2 കുട്ടികളുമായി സന്തുഷ്ടമായ ജീവിതം നയിക്കുന്ന ആ കുടുംബത്തിലേക്ക് ഭർത്താവ് പീറ്ററിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകൻ ഗുസ്താവ് എത്തുന്നു. തുടർന്ന് അന്നയും ഗുസ്താവും തമ്മിലൂടെ എടുക്കുന്ന ബന്ധവും കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ക്യൂൻ ഓഫ് ഹാർട്ട് പറയുന്നത്. 18+ കണ്ടന്റുള്ള മികച്ചൊരു ഡ്രാമയാണ് ക്യൂൻ ഓഫ് ഹാർട്ട്. ഇറ്റാലിയൻ ഈറോട്ടിക് സിനിമകളുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കുന്ന സംവിധായകനാണ് ടിൻറ്റോ ബ്രാസ്. 18+ ചിത്രങ്ങളാണ് ടിൻറ്റോ ബ്രാസ് ചിത്രങ്ങൾ ഭൂരിഭാഗവും. അദ്ദേഹത്തിൻ്റെ 2000 പുറത്തിറങ്ങിയ ചിത്രമാണ് ചീക്കി. പറയത്തക്ക മികച്ച സ്റ്റോറിയൊന്നും പറയാനില്ലെങ്കിലും 18+ സീനുകളും അത്തരത്തിലുള്ള അശ്ലീല സംഭാഷണങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ചിത്രം. 2005 പുറത്തിറങ്ങിയ ഒരു ഇംഗ്ലീഷ് ഹൊറർ ചിത്രത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ചിത്രത്തിൻ്റെ പേര് ഹോസ്റ്റൽ. ലോകപ്രശസ്ത സംവിധായകനായ ക്വെന്റിൻ ടാരന്റിനോ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രം സംവിധാനം ചെയ്തത് എലി റോത്താണ്. 3 കോളേജ് വിദ്യാർത്ഥികൾ ചേർന്ന ഒരു വിനോദയാത്രയ്ക്കിടയിൽ കർഫ്യൂ മൂലം തങ്ങളുടെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ സ്ലോവാക്യയിലെ അതിസുന്ദരികൾ നിറഞ്ഞൊരു ഹോസ്റ്റലിലേക്ക് പോകുന്നു. തുടർന്ന് നടക്കുന്ന ഭയാനകമായ സംഭവങ്ങളാണ് ചിത്രത്തിലുടനീളം. ന്യൂഡിറ്റിയും ഹെവി വയലൻസും നിറഞ്ഞ ചിത്രം സ്ട്രിക്റ്റ്ലി 18+ ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ തുടർച്ചയെന്നോണം 2007 ഹോസ്റ്റൽ പാർട്ട് 2, 2011 ഹോസ്റ്റൽ പാർട്ട് 3 എന്നീ ചിത്രങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. അഡൽട്ട് സൗണ്ടിലെ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കണ്ടു നോക്കാവുന്നതാണ് ഈ 5 ചിത്രങ്ങളും. ചിത്രങ്ങളുടെ എല്ലാം മലയാളം സബ് ടൈറ്റിലും ലഭ്യമാണ്. നിങ്ങൾ ഈ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.